Oh my god, what are they doing? പിന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഫ്രൈഡും ബ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് രണ്ടും ഒന്നാണ് എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി നിങ്ങൾ പറ്റിക്കപ്പെട്ടായിരിക്കും. ഈ ബ്രോസ്റ്റഡ് എന്ന് പറയുമ്പോഴേ ബ്രോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ദ റിയൽ സൗദി ബ്രോസ്റ്റഡ് ആണ്. വിച്ച് മീൻസ് ഇത് പറയാവുന്ന ഒരു പ്രത്യേകതയാണ്, നമ്മളൊരു സിംഗിൾ ബ്രെഡഡ് കോട്ടിങ്ങേ വരുന്നുള്ളൂ ഇതിൻ്റെ അകത്ത്. ദിസ് ഈസ് ദ പ്രൊസീജിയർ ഹൗ സ്പൈസി ബ്രോസ്റ്റഡ് മിക്സ്. സ്പെഷ്യലി ഇമ്പോർട്ടഡ് സ്പൈസി മസാല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിക്കനിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കനെ അസാഫയാണ്, വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിംഗ് ബ്രാൻഡ് ഇൻ ഒമാൻ. ഈ ഒരു സ്പൈസി മസാല നമ്മൾ ചിക്കൻ്റെ അകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളെ സ്പൈസി ബ്രോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. യു ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ഹൗ ഇറ്റ് ഇസ് ഇൻജെക്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് മീറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, സ്പൈസി കിട്ടും. സോ വൺസ് ഇറ്റ് കുക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. ആഫ്റ്റർ ഇൻഫ്യൂസിങ് ദ സ്പൈസി ചിക്കൻ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കും. ഇതുകൂടെ കഴിയുമ്പോൾ ആ ഒരു സ്പൈസിയുടെ വല്ലാത്തൊരു ഫീല് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ കുക്കിങ്ങിന് സൗദി ബ്രോസ്റ്റിന് ഉപയോഗിക്കുന്ന മെഷീനാണിത്. ഇതെന്ന് വെച്ചാൽ ഫുള്ളി കവേർഡ് ആണ്, ഫ്രഷേഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരിക്കും. So you are coming to experience a delicious juicy Saudi broasted, not fried. Especially വരുന്നവർ നമ്മുടെ സ്പൈസി ഒന്ന് ട്രൈ ചെയ്യണം. 2 പീസെങ്കിലും അല്ലെങ്കിൽ 4 പീസെങ്കിലും അറ്റ്ലീസ്റ്റ് സ്പൈസി നിർബന്ധമായിട്ടും ട്രൈ ചെയ്യണം. കാരണം അതിൻ്റെ അകത്താണ് ഇതിന്റെ ഡെലീഷ്യസ്നെസ് കിടക്കുന്നത്. By the way, it's me Samad Sawad signing off.